ഡേയ് നല്ലവരായ നാട്ടുകാർ ആരുമില്ലടേ നമ്മളെ ട്രംപണ്ണനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആരെങ്കിലും പോയിട്ട് ആ പാവൻ ട്രംപണ്ണനെ ഒന്ന് രക്ഷപ്പെടുത്തടേ. മൂപ്പറുടെ വാലുണ്ടല്ലോ ഹോർമുസ് കടലെടുക്കൽ കുടുങ്ങിയിട്ടല്ല ഉള്ളേ. നമ്മൾ ഇറാൻ ഉണ്ടല്ലോ മൂപ്പറുടെ വാല് ഹോർമുസ് കടലെടുക്കൽ അവിടെ കുടുക്കി വെച്ചിട്ടാ ഉള്ളത്. ഇന്നലെ വരെ ലോകരാജ്യങ്ങളുടെ മൊത്തം ഉണ്ടല്ലോ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രംപണ്ണൻ ഉണ്ടല്ലോ ഇന്ന് തൊട്ടിട്ട് ഭീഷണി തുടങ്ങിയിട്ടുണ്ട്. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒരുത്തനെയും വെറുതെ വിടില്ലെന്നാണ് നമ്മുടെ ട്രംപണ്ണൻ ഇപ്പൊ തള്ളുന്നത്. പക്ഷെ എന്താ ചെയ്യാ, ലോകരാജ്യങ്ങളുണ്ടല്ല ആ ഭീഷണിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. ഈ യുദ്ധത്തിന് മുന്നേ നമ്മുടെ ട്രംപണ്ണൻ ഉണ്ടല്ല ഒരു വില ഉണ്ടായില്ല. യുദ്ധത്തിന് ശേഷം ഇപ്പൊ ഉണ്ടല്ല പുല്ല് വിലയാണ് നമ്മുടെ ട്രംപണ്ണന്. എന്താണ് നമുക്ക് ട്രംപണ്ണൻ പേടിച്ച് വിറച്ച് നിലവിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ആ വാർത്ത ഒന്ന് കേട്ടാലോ? ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ നീങ്ങാൻ ഇറാൻ തടസ്സം നിൽക്കുകയാണ്. പക്ഷേ ഈ തടസ്സം നീക്കാൻ അമേരിക്ക ഈ ഇന്ധനവുമായി പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കും എന്ന് പറയുമ്പോഴും അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം തടസ്സം നീക്കാൻ അമേരിക്ക നാറ്റോ സഖ്യ രാജ്യങ്ങൾ സഹായിക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിരിക്കുന്ന നിലപാട്. അതിന് കഴിയുന്നില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഭാവി തന്നെ അപകടത്തിലാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അമേരിക്കയുടെ നീക്കം എന്താണെന്ന് അറിയാൻ മധുകൊട്ടാരക്കര അമേരിക്കൻ തത്സമയം ചെയ്യുകയാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കണമെന്നാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. എസ്കെനെ അറിയാലോ, നേരത്തെ തന്നെ ഈ നേറ്റോ അലയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഡൊണാൾഡ് ട്രംപിന് പണ്ടേ കണ്ടുകൂടാ. അമേരിക്ക ഒരുപാട് വാരിക്കോരി പൈസ അനാവശ്യമായിട്ട് നേറ്റോ സഖ്യത്തിന് കൊടുക്കുന്നു. അതിലുള്ള മറ്റു രാജ്യങ്ങളൊന്നും വേണ്ട രീതിയിൽ അതിൽ സംഭാവനകൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാ കാലത്തും ആദ്യ ടൈമിലും ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിന് നേറ്റോ സഖ്യകക്ഷികൾക്ക് അമേരിക്കയെ ഈ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ വിഷയത്തിൽ സഹായിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് രാവിലെ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രാജ്യങ്ങൾ അത് സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഒരുപാട് മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യുവാൻ നേറ്റോ രാജ്യങ്ങൾ അവരുടെ കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഡ്രോണുകളെയും മൈനുകളെയും നേരിടുവാൻ യൂറോപ്പിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. അവരുടെ സഹായവും ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതായിട്ട് പറയുന്നു. അത് മാത്രമല്ല, ഈ യുക്രൈൻ വിഷയത്തിൽ അമേരിക്ക വലിയ തോതിൽ സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ നൽകി. എന്നാൽ ഇപ്പോൾ ഈ നേറ്റോ രാജ്യങ്ങൾ തിരിച്ച് അമേരിക്കയെ ഒരു വിഷയം വന്നപ്പോൾ സഹായിക്കാൻ മടി കാണിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയുണ്ടായ മനുഷ്യനാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാല് നല്ല സങ്കടം. എനിക്ക് നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞ് നടന്ന മനുഷ്യനാണ്. ആ നോബൽ സമ്മാനം കിട്ടാതായതോടുകൂടി മൂപ്പറ കിളിയങ്ങ് പോയി. ഇപ്പൊ മൂപ്പർ എന്താ കാണിച്ചു കൊടുക്കുന്നത്? മൂപ്പർക്ക് തിരിയുന്നില്ല. മൂപ്പറ കൂടിയുള്ള കുറെ വേട്ടാവളിയന്മാരല്ലേ, അവർക്ക് തിരിയുന്നില്ല. ഈ ചങ്ങായിന്റെ ഭീഷണിയില്ല. ആ ഭീഷണി കാണുമ്പോ എനക്കെന്താ തോന്നുന്നറിയാം. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചങ്ങായിന്റെ അടിക്കായിരിക്കും സ്വന്തമായിട്ട് ബേറ്റും ബോൾ ഉണ്ടാവുക. അവര് തന്നെ ഫസ്റ്റ് ബേറ്റും ബോൾ നമ്മൾ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അവരുണ്ടല്ല ബേറ്റും ബോളും തരൂല. അതുപോലെയാണ് നമ്മുടെ ട്രംപണിന്റെ ഈ ഭീഷണി കാണുമ്പോ എനിക്ക് തോന്നുന്നത്. അതായത് നാറ്റോ ടീമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇനി ഒരുത്തനും ഒരു രൂപ കൊടുക്കില്ലാതാണ് നമ്മുടെ ട്രംപണിന്റെ ഭീഷണി. എന്തായാലും നമുക്കുണ്ടല്ലോ ഇനി നമ്മുടെ ട്രംപണിന്റെ ഈ മാരകമായ ഭീഷണി കേട്ടിട്ട് മറ്റു രാജ്യങ്ങൾ നമ്മുടെ ട്രംപണിന് എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് ഒന്ന് കേട്ടിട്ട് വന്നാലോ? ആരും മൈൻഡാക്കില്ലട്ടാ. എന്നാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇറാനെ ഹോർമുസ് കടലിടുക്കിൽ തടയാൻ സഖ്യം വേണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും തള്ളി എന്ന വാർത്ത വരുന്നുണ്ട്. ചൈനയാണ് ഈ ഹോർമുസ് കടലിൽ വഴി ഏറ്റവും കൂടുതൽ എണ്ണ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കക്കൊപ്പം ചേരണമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ തള്ളിക്കളഞ്ഞു എന്ന വാർത്ത വരുമ്പോൾ വി ജെയിംസ് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കൊപ്പം തത്സമയം ചെയ്തു. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് ഇവിടുന്ന് പോയാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇറാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ എടുക്കുന്നു. എന്തായാലും ഹോർമുസ് കടലിടുക്കിലൂടെ ഈ എണ്ണക്കപ്പലുകൾ പോകാതെ ലോകത്തെ ഈ സാമ്പത്തിക നില വലിയ പ്രശ്നമാവുന്നു. എണ്ണ കിട്ടാനില്ല, പ്രകൃതിവാതകത്തിന് വലിയ ഷോർട്ടേജ്, അടുക്കളകൾ മുഴുവൻ അടയുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ രാജ്യങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിനോട് ഈ യുദ്ധത്തിന് പോകരുതെന്ന് പറഞ്ഞാൽ ചൈന അടക്കമുള്ളവരോട് ഈ ഹോർമുസ് കടലിടുക്കിൽ പെട്രോളിംഗ് നടത്താൻ കപ്പലുകൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ചൈനയോട്, യൂറോപ്യൻ രാജ്യങ്ങളോട്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു രാജ്യങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയോട്, ജപ്പാനോട്. പക്ഷെ ആരും ഇതുവരെ വഴങ്ങിയിട്ടില്ല. ട്രംപ് രോഷാകുലനാണ്. ട്രംപ് പറയുന്നത് ഇപ്പോഴത്തെ അത്യാവശ്യ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ നാറ്റോ സഖ്യം എന്നൊരു സഖ്യം ഇനി ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുമോ, ബന്ധങ്ങൾ വഷളാവും എന്നുള്ള ഭീഷണി മുടക്കുന്നുണ്ട്. നാറ്റോ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന, ഓസ്ട്രേലിയയും കാനഡയൊക്കെ അടങ്ങുന്ന വലിയ സഖ്യമാണ്. അതിൽ വിള്ളൽ വീഴുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ല പിന്നെ നാറ്റോ എന്താ വിചാരിക്കുന്നറിയ ട്രംപ്? നീ പോയി കഴിഞ്ഞില്ലേ അത്രയും നാറ്റം കുറഞ്ഞെന്നേ നാറ്റോ വിചാരിക്കൂ. നിന്നോട് ആദ്യമേ ചൈന പറഞ്ഞില്ലേ ട്രംപ് ഈ പരിപാടി വേണ്ട, നീ ഇറാനിലേക്ക് പോണ്ടാന്ന്. അപ്പൊ നീ എന്താ വിചാരിച്ചേ? ചൈന നിനക്ക് ടാറ്റ തന്നേന്നാ? അതല്ലേ നീ വിചാരിച്ചത്? എന്നിട്ട് ഇപ്പൊ നീ ചൈനയോട് ഡയലോടിക്കാൻ പോകുന്നത്. എന്നിട്ടല്ല ചൈനേന്റെ കൂടി താങ്ങൂല എന്റെ ട്രംപ് എണ്ണ.
ഒന്നാമത്തെ കാരണം എന്താ പറയാ, ഈ അമേരിക്കയിൽ ഈ ട്രംപിനെ താങ്ങുന്ന ടീമില്ലേ, താങ്ങുന്ന രാജ്യങ്ങൾ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞില്ലേ, ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നതെന്ന് ഇറാന് തോന്നിയിട്ടുണ്ടെങ്കില്ല, എന്നേരം 1.5 സാധനങ്ങളാണ് അവിടത്തേക്ക് വിടുന്നത്. അതായത് കടലിന്റെ അടിയിലൂട്ടിയും കടലിന്റെ മുകളിലൂട്ടിയും ഓരോ മിസൈലുകൾ ഒന്നുമില്ല, ശത്രുക്കളെ കപ്പലില്ലേ തകർത്ത് തരിപ്പണാക്കിന്ന് ഹോർമുസ് കടലിടുക്കില്. അപ്പൊ ഈ ട്രംപിന്റെ വാക്കും കേട്ടിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ അവിടുത്തെ നാവികസേന ഈ സ്ഥലത്തേക്ക് വിടുവോ? അതായത് സ്വന്തം ഉണ്ടിക്ക് ആരെങ്കിലും വെടിവെക്കാൻ നിൽക്കുവോ? ഇനി നമുക്ക് ഇതൊക്കെ പോട്ടെ, നമ്മളെ ട്രംപ് ഉണ്ടെന്നും നമ്മളെ ഇസ്രായേലിനെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അതായത് ഇറാനുള്ള ഒരു പുതിയ ടൈപ്പ് മിസൈലും കൂടി പുറത്തെടുത്തിട്ടുണ്ട്. ഒന്നും നോക്കാനില്ലെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ആ മിസൈലിന്റെ കാര്യം കൂടി കേട്ടപ്പോഴാണ് നമ്മളെ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും മുട്ടുണ്ടല്ല കുറച്ചും കൂടി വറക്കാൻ തുടങ്ങിയത്. നമുക്ക് ആ വാർത്ത, ആ മിസൈലിന്റെ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ? മറ്റു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാനിയൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് സജിൽ മിസൈൽ, അതായത് ഡാൻസിംഗ് മിസൈൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലാണിത്. ഖര ഇന്ധനമാണ് ഈ മിസൈലിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 2000 കിലോമീറ്ററോളം പരിധിയുള്ള മിസൈലിന് 700 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന ഉയരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാം. അതിനാൽ ഈ ദിശ മാറ്റി സഞ്ചരിക്കാവുന്ന ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അയൺഡോം പോലെ നമുക്കറിയാം, ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമാണ് അയൺഡോം. ഈ അയൺഡോമിനെ പോലും പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മിസൈലാണ് ഇത് എന്നാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നത്. അജയ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാണ്ട് 18 മീറ്റർ നീളം, 1.5 മീറ്റർ വ്യാസവും ഒക്കെയുള്ള വേഗത്തിൽ വിക്ഷേപിക്കാവുന്ന ഒരു മിസൈൽ തന്നെയാണ് ഇത്. 2008 ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു. പക്ഷേ യുദ്ധമുഖത്ത് ഇറാൻ ഇത് ഉപയോഗിക്കുന്ന ആദ്യമാണ് എന്നാണ് പറയുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് IRGCയുടെ ഒരു മുൻ പ്രസ്താവനയാണ്. IRGC ഇതിന് മുൻപേ പുറത്തിറക്കിയ തങ്ങളുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് തങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത് വെറും ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ മിസൈലുകൾ മാത്രമാണ്. തങ്ങളുടെ പക്കൽ ഇനിയും നിരവധി അത്യാധുനിക മിസൈലുകൾ ഉണ്ട്. അവയൊന്നും തങ്ങൾ ഇതുവരെ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല. ഉടൻ തന്നെ അവയെല്ലാം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പ്രയോഗിക്കുമെന്ന് IRGC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന സാധൂകരിക്കുന്ന ഒന്ന് തന്നെയാണ് നിലവിൽ ഈ സൂചിപ്പിച്ച ഈ സെജ്ജൽ മിസൈൽ എന്ന് പറയുന്നത്. ഈ സെജ്ജൽ മിസൈലിന് ഡാൻസിംഗ് മിസൈൽ എന്ന് പറയുന്ന ഒരു വട്ടപ്പേര് കൂടിയുണ്ട്. ഇത് 1990-കൾ മുതൽ തന്നെ ഇതിന്റെ ഒരു പരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ആരംഭിച്ചു. 90-കളിലാണ് ഇതിന്റെ രൂപകൽപ്പന ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം 2008 ഇത് പരീക്ഷിക്കപ്പെട്ടു. ഇതെല്ലാം ഇറാൻ തങ്ങളുടെ ഒരു സ്റ്റോക്കിൽ വെച്ചിരുന്ന ഒരു മുന്നൊരുക്കത്തിൽ ഉണ്ടായിരുന്നത്. അതായത് എമർജൻസി സിറ്റുവേഷനുകളിൽ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരുന്ന മിസൈലുകളിൽ ഒന്നാണ് എന്നാണ് നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്നത്. ട്രംപണ്ണ ഇപ്പൊ ഏറെക്കുറെ എല്ലാത്തിനും തീരുമാനമല്ല. ഹോർമുസ് കടലിടുക്കിന്റെ ആ ഭാഗത്തേക്ക് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി പോകാൻ പറ്റൂല. അവിടെ പോയ ഇറാൻ ഉണ്ടല്ല ഉറപ്പായിട്ടും പണി വരും. ഇപ്പോഴുണ്ടല്ല വീട്ടിൽ പോലും കിടന്നുറക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി ഇറാൻ ഇപ്പോ. അതായത് ട്രംപണ്ണൻ ഇനി എവിടെ പോയാലും ഉണ്ടല്ല ഇറാൻ പണി ഉറപ്പായിട്ടും തരും. ട്രംപണ്ണ ഇപ്പൊ സന്തോഷായോ ട്രംപണ്ണനുണ്ടല്ല നമ്മളെ നെതന്യാവാണില്ലേ, മൂപ്പറെ പോലെ തന്നെ ഏഴ് വഴി ഇനി പുറത്തിറങ്ങിയാൽ മതി കേട്ടാ. എല്ലാണ്ട് പുറത്തിറക്കാൻ നിൽക്കണ്ട. ഇറാൻ പണി തരും എന്ന് പറഞ്ഞാൽ പണി തരും. പക്ഷേ ഉണ്ടല്ലോ ഈ വാർത്തയില്ലേ, ഈ ട്രംപണ്ണന്റെ അധോഗതിന്റെ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആരാന്നറിയാം? നമ്മളെ കേരളത്തിലെ സംഘി ക്രിസ്തംഖികളും പിന്നെ ഇസ്രായേലുള്ള കുറെ സംഘി ക്രിസ്തംഖികളില്ലേ, അവരാണ് നമ്മളെ ട്രംപണ്ണന്റെ ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. ഇനി ട്രംപണ്ണ നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലല്ല നമ്മളെ സുമേഷ് കാവിപ്പൊടിയും കാസാഹൂസ ബർണാഡില്ലേ, അവരെല്ലാം ഹോർമുസ് കടലിടുക്കിൽ ട്രംപണ്ണനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. കാവിപ്പട ടീമും കാസ ടീമും വന്നെങ്കിൽ ട്രംപണ്ണ ആരും പേടിക്കണ്ട. ട്രംപണ്ണ ആരും പേടിക്കണ്ട. അപ്പൊ എന്തായാലും വെറുതെ ഇരിക്കുന്ന ഇറാനെ പോയി തോണ്ടി ഇപ്പൊ ആകെ പെട്ടുപോയ നമ്മളെ ട്രംപണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.